ഹലോ. കുറേ നാളായി, ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർക്കുന്നു. പക്ഷേ എന്നാ ചെയ്യാനാ, ആ ഒരു ഇതങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാ ഇത് ഒരു സുഖം കിട്ടുന്നില്ലെന്നേ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ഓർത്ത് ഏതൊക്കെയായാലും ഇന്ന് സ്കൂളിൽ പോകണം, പിള്ളേർ സ്കൂളിൽ പോകണം. അവർക്ക് സോക്സും ബെൽറ്റും സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് ഇന്ന് സ്കൂളിൽ പോകണം. അതിൻ്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞു. സ്കൂൾ തുറക്കാറായപ്പോഴാണ് ഞാൻ ഇതിനൊക്കെ പോകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ എന്താണേലും ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ റെഡി ആകുന്നതിൻ്റെയും സ്കൂളിൽ പോകുന്നതിൻ്റെയും ഒക്കെ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഫേസിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ദേ ഡ്രസ്സ് മാറി. ഇപ്പോൾ ഇട്ടിരുന്ന കുർത്തിയുണ്ടോ, എല്ലാവർക്കും അറിയാവുന്ന കുർത്തിയായിരിക്കും. ഇപ്പം മീഷോയിൽ നല്ല അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനം. എവിടെ നോക്കിയാലും ഇതിൻ്റെ ബ്ലാക്ക്, യെല്ലോ, ഗ്രീന്, റെഡ്, വൈറ്റ് അങ്ങനെ പല കളറും ഉണ്ടാവും. എങ്ങനെയൊക്കെ മുടി കെട്ടിയാലും ഇത് ഇങ്ങനെ ഒരു കുതിരവാലുമൊക്കെ കെട്ടിയാൽ മാത്രമേ നമ്മുടെ മുഖത്തിനൊക്കെ ഇണങ്ങുള്ളൂ. പിന്നെ അതേ ഒരു കണ്ണാടി എടുത്ത് ഫിറ്റ് ചെയ്ത് എന്നാ ഒരുങ്ങിയിട്ട് എന്നാ കാര്യം, കണ്ണ് കാഴ്ചയില്ലേ പോയില്ലേ, ഒന്നും കാണാൻ മേല. എടുത്തങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ഞാൻ ഫിറ്റ് ചെയ്ത് കണ്ണാടി ഫിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേന് ഒരുക്കി നിർത്തിയ പെങ്കൊച്ചതേ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ തല്ലി കൂട്ടിയെടുത്ത് ഞങ്ങളതേ പോകാനായിട്ട് പോവുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. എല്ലാവരും കൂടെ സ്കൂളിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി. പക്ഷെ നമ്മുടെ ഈ അരൂരത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 8 മണിക്ക് എത്തേണ്ടടുത്ത് നമ്മൾ പുലർച്ചെ 6 മണിക്ക് ഇറങ്ങിയാലേ ബ്ലോക്കും കഴിഞ്ഞ് റോഡ് പണി എല്ലാം താണ്ടി നമ്മൾ എത്തേണ്ടടുത്ത് എത്തുള്ളൂ. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബ്ലോക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ സ്കൂളിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല. എന്നാ കാര്യം, ബക്രീദിൻ്റെ അവധി. അത് എൻ്റെ മണ്ടത്തരമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ദേ പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോവുക. ഒരു രക്ഷയില്ല. ഒരു സാധനം ഒരാളെയും കാണാൻ പറ്റില്ല, ഒരു സാധനം വാങ്ങിക്കാനും പറ്റിയില്ല. ഞങ്ങൾ അവിടുന്ന് പോന്നു. ഏതൊക്കെയായാലും ഇറങ്ങിയതല്ലേ, തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തോന്നിയില്ല. എന്താണേലും അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചേ പറ്റുള്ളൂ സ്കൂളിൽ പോകാൻ. അപ്പോൾ ഓർത്ത് ഏതൊക്കെയായാലും ഇറങ്ങിയതല്ലേ, നമുക്ക് ഫോറം മാളിൽ പോകണം. അതുവരെ എൻ്റെ കൈ പിടിച്ച് പോകുന്ന കൊച്ച് ഫോറം മാളിലെത്തിയതും ദൈവം കണ്ടതോടെ ചാടി ഇറങ്ങി ഓടി. കുറേ നേരം അതിനകത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നല്ല വിശപ്പ്. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചേക്കാമെന്ന് ഓർത്ത്. ഫുഡ് എങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അവസാനം ചെക്കിങ്ങിലെത്തി നിൽക്കും. അങ്ങനെ നമ്മൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് വന്നു. എനിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. എത്രയൊക്കെ ഡയറ്റ് ഉണ്ട്, ഇമാതിരി ഫുഡ് അടിച്ചിട്ട് സുംബ ക്ലാസ്സിൽ പോയി എത്ര ചാട്ടം ചാടിയാലും ഞാൻ ക്ഷീണിക്കുമോ? എവിടെ. എന്നാലും ഞാൻ ഫുഡ് കഴിക്കുകയും ചെയ്യും, സുംബ ക്ലാസ്സിൽ പോയി നല്ല ചാട്ടം ചാടുകയും ചെയ്യും. പിന്നെ എന്നാ ചെയ്യാനാ, ഇതൊക്കെ കണ്ടാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചിക്കിങ്ങും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്തത്. അവിടുന്ന് കുറേ സാധനങ്ങൾ കഴിച്ചു. മെയിനായിട്ട് ചോക്കോസ് വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ എത്ര നേരം മാളിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം എൻ്റെ പെങ്കൊച്ചിൻ്റെ മുഖം ഒരു കൊട്ടയാവും. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല, നമുക്ക് തിരിച്ച് പോകുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിതേ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു.